ആ ഇനി ആരും ഇല്ലെന്ന് വിചാരിക്കണ്ട കേട്ടാ. എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന വലിയൊരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ ഈ മാർഗം സ്വീകരിച്ചത്. ലക്ഷ്മിക്കുട്ടി അമ്മമ്മ നമ്മുടെ ഈ യാത്രയുടെ തുടക്കം മാത്രമാണ്. വരെ പോകാൻ ഇറങ്ങിയതാ. ഭയങ്കര വെയില്. 30 എണ്ണം എടുത്ത് വിറ്റ അമ്മയ്ക്ക് എത്ര കിട്ടുമായിരിക്കും ഒരു ദിവസം മൊത്തത്തിൽ? ഈ 30 ലോട്ടറി വിറ്റാൽ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും അമ്മയുടെ ഈ 7 ലോട്ടറി ഞാനീ എടുക്കട്ടെ. ഈ ലോട്ടറിയുടെ പൈസ അമ്മയുടെ കൈ ഞാനൊരു സമ്മാനമായിട്ട് തരുക. ഈ ലോട്ടറിയും അമ്മയുടെ കൈ വെച്ചോ. അമ്മ ഇന്ന് ഇത് വിൽക്കുന്നെങ്കിൽ ഇത് വിറ്റിട്ട് പോകും. ഇത് വിൽക്കുന്നില്ലെങ്കിൽ അമ്മ നേരത്തെ വീട്ടിൽ പോയിക്കോ. ഇല്ല ഇത് അമ്മയുടെ സന്തോഷത്തിൽ അമ്മയുടെ ഇരിക്കട്ടെ കേട്ടാ. ഒരു കുഴപ്പം വരത്തില്ല അമ്മയ്ക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുന്നെങ്കിലേ ഉള്ളൂ. എന്തെങ്കിലും അമ്മ ഇവിടെ കാണുമല്ലോ, ഞാൻ വന്നിട്ടേ അമ്മയ്ക്ക് ചികിത്സയ്ക്കുള്ള എന്തെങ്കിലും പൈസയുടെ നമുക്ക് പറ്റുന്ന രീതിയിൽ തരുന്നത് പോലെ ഞാൻ വന്ന് അമ്മയെ കണ്ട് സംസാരിച്ച് ചെയ്തോളാം കേട്ടാ. എൻ്റെ മുഖം ഓർത്ത് വെച്ചോ, ഉടനെ വരാം ഞാൻ കേട്ടാ. ഇത് ഞാനൊരു സംരംഭം തുടങ്ങിയിട്ട് ആദ്യമായിട്ട് അമ്മയെ വന്ന് കണ്ടതാ. ഈ ഒരു കാഴ്ച നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ഒരുപാട് സന്തോഷമായി. ഒരുപാട് അപ്പോൾ ഊണിന് പൈസ വേണ്ടാന്ന് വണ്ണം പറഞ്ഞതായിട്ടാ. അണ്ണൻ്റെ വക ഊണ് സ്ഥിരം ഇവിടുന്ന് കൊടുക്കാറില്ലേ അണ്ണൻ്റെ വക കേട്ടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒറ്റയ്ക്ക് കഴിയുന്ന നമ്മുടെ ലക്ഷ്മിക്കുട്ടി അമ്മൂമ്മയുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ ലോട്ടറി കച്ചവടം. അപ്പോൾ കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റൂട്ടിൽ മാരാരിത്തോട്ടം പമ്പിൻ്റെ പരിസരത്തുണ്ടാകും നമ്മുടെ ഈ അമ്മ. ഇതുവഴി പോകുന്നവർ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ലോട്ടറി എടുത്ത് സഹായിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് കരുത്ത് പകരാൻ വേണ്ടി ഉറപ്പായിട്ടും നിങ്ങൾ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ.